ബെസ്റ്റ് ഫ്രണ്ടും അമ്മയും ഇപ്പോഴാണ് വരുന്നത്. എന്ത് പറയാനാ മോളെ, അടുത്ത മാസമല്ലേ ഇവളുടെയും കല്യാണം. മനസ്സിനിണങ്ങിയ ഡിസൈനുകൾ നോക്കി കേറി ഇറങ്ങാത്ത ജ്വല്ലറികളില്ല. ഇനി ഉണ്ടെങ്കിലോ ലോകത്തെങ്ങും ഇല്ലാത്ത പണിക്കൂലി. അതിന്റെ അലച്ചില. ഈ ഓർണമെന്റ്സിൽ അടിപൊളി ഡിസൈൻസ് ആണല്ലോ, എവിടെ നിന്ന് എടുത്തേ? നിങ്ങൾ തൃശ്ശൂരുള്ള TJM ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? TJMൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട്, അതും നിർമ്മാണ വിലയിൽ. കഴിഞ്ഞ 31 വർഷമായി TJM ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട്. അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ. വടക്കാഞ്ചേരി കരുമരക്കാട് ശിവക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യ സംരക്ഷണ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ ആയുർവേദ ഡോക്ടർ ഗൗതമി ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇത്തരം നല്ല പുതിയ വരുന്ന സസ്യങ്ങൾക്കൊക്കെ വളരെയധികം ഔഷധ ഗുണങ്ങൾ കൂടിയിട്ടുള്ള സമയമാണിത്. അപ്പോൾ ഇത്തരം സസ്യങ്ങളും ധാന്യങ്ങളും എല്ലാം ചേർത്തിട്ടാണ് ഔഷധക്കഞ്ഞി നമ്മൾ നിർമ്മിക്കുന്നത്. ഇന്ന് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ സുലഭമായിട്ട് നമുക്ക് ഔഷധക്കഞ്ഞിയുടെ കിറ്റുകൾ ലഭിക്കും. പലവിധ ആയുർവേദ ഫാർമസികളുടെ ഉണ്ട്, ഔഷധിയുടെ ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് നമ്മുടെ വീടുകളിൽ ലഭ്യമായ, നമ്മുടെ അടുക്കളയിൽ ലഭ്യമായിട്ടുള്ള ധാന്യങ്ങളെ വെച്ചും മറ്റ് ഔഷധ ദ്രവ്യങ്ങളെ വെച്ചുമൊക്കെ നമുക്ക് ഔഷധക്കഞ്ഞി നമ്മുടെ വീടുകളിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. പൊതുവിൽ നമ്മൾ ഞവരേരിയാണ് ഔഷധക്കഞ്ഞിക്കായിട്ട് നമ്മൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഉണക്കലരി ഉപയോഗിക്കാം, അതും നല്ലതാണ്. വടക്കാഞ്ചേരി കരുമരക്കാട് ശിവക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യ സംരക്ഷണ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ ആയുർവേദ ഡോക്ടർ ഗൗതമി ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. കർക്കിടക മാസത്തിലെ ദിനചര്യകൾ, ആഹാരക്രമം, ആരോഗ്യ പരിപാലനം എന്നിവയെക്കുറിച്ച് ക്ലാസിൽ വിശദമായി സംസാരിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി സുധീഷ് കുമാർ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. വി അനിരുദ്ധൻ, വേലായുധൻ, ദേവസ്വം ഓഫീസർ ഷൈജു എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. ക്ഷേത്ര ഉപദേശക സമിതിയിലെ മറ്റംഗങ്ങളും നിരവധി ഭക്തജനങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു.